ഞങ്ങൾ വീട് വാങ്ങിച്ച് മാറിയിട്ട് ഇപ്പം 5-6 മാസങ്ങളായെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗാർഡൻ ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു. വീട്ടിലേക്ക് വന്നു, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഹൗസ് വാമിങ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഹോളിഡേക്ക് പോയത്. ഇപ്പോൾ തിരിച്ചെത്തി ഞങ്ങൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാണ്. ഞങ്ങൾ ആദ്യം ഹോളിഡേ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ കിളിക്കൂട് വാങ്ങിച്ചു. കിളികളെ ഇട്ടെങ്കിലും ഞങ്ങളതിനൊരു പ്രോപ്പർ ലൊക്കേഷൻ ഇതുവരെയായിട്ട് ഫിക്സ് ആയില്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ പ്രവീണിനൊരു ഐഡിയ തോന്നി. ആ ഐഡിയ പ്രവീൺ ഞാനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് വേറൊരു ഐഡിയ തോന്നി. അതിൻ്റെ ഡ്രോബാക്സൊക്കെ പറഞ്ഞ് ആ ഐഡിയയ്ക്കകത്തുനിന്ന് വേറൊരു ഐഡിയ ആയി. ഞങ്ങളങ്ങനെ ഒരു പ്രോപ്പർ സ്ഥലത്ത് ഫിക്സ് ചെയ്തു. അതിനകത്ത് ഏറ്റവും നല്ല കാര്യം എന്ന് പറയണത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കിളികളെ കാണാമെന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് നോക്കിയാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമ്മറായി കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കോർണറുണ്ട് ഞങ്ങളുടെ ഗാർഡനിൽ. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ കിളിക്കൂടും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുമ്പം വെള്ളത്തിൻ്റെ ആ സൗണ്ടിനോടൊപ്പം കിളികളുടെ സൗണ്ടും കേൾക്കാമെന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഈ ഐഡിയ ഒക്കെ കൊണ്ടാട്ടോ ഞങ്ങളിപ്പോൾ അവിടെ കിളിക്കൂട് വെച്ചിരിക്കുന്നത്. കിളിക്കൂട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഹൈറ്റ് ഇച്ചിരി പോരാ. അപ്പോൾ തന്നെ പ്രവീൺ ഒരു സ്ഥലത്ത് വുഡൻ്റെ ഒരു സാധനം കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് പോയി അതും വാങ്ങിച്ച് വന്ന് അപ്പം തന്നെ അത് ഫിറ്റ് ചെയ്തു. പ്രവീണിന് അങ്ങനെയാണ്, ഒരു സാധനം തീരുമാനിച്ച് കഴിഞ്ഞിട്ട് അത് അന്നേരം തന്നെ ചെയ്തില്ലെങ്കിൽ സമാധാനമില്ല. പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു ശരിയാ, ഇത് കൊള്ളാം, ഇപ്പോഴാണ് അത് നന്നായിട്ടായത്. ഇനിയും പ്രവീൺ വിട്ടിട്ടില്ല. ഇനി അത് പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞായിരിക്കണത്. പെയിൻ്റ് എല്ലാം അടിച്ച് എല്ലാം സെറ്റായി കഴിയുമ്പം ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണണം. കാരണം നമ്മൾ എന്തൊക്കെ ചേഞ്ചസാണ് കൊണ്ടുവന്ന് നമ്മുടെ ഗാർഡനിൽ നിന്നുള്ളത് നമുക്കറിയാൻ പറ്റണ്ടേ. അങ്ങനെ ഓരോരോ ചേഞ്ചസായിട്ട് ഞങ്ങളുടെ ഗാർഡൻ പുതിയ ലുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ അഭിപ്രായം ഇതിനകത്ത് മാനിക്കപ്പെടാറുമുണ്ട്. കാരണം എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഐഡിയാസും ഡിഫറെൻ്റ് ആണല്ലോ. അതിനകത്ത് ഏറ്റവും ആപ്റ്റായ രീതി എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. ഇപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ പറയുകയാണ് ഇപ്പം നമുക്ക് രാത്രിയിലും കിച്ചൻ്റെ ഏരിയയിൽ നിന്നാണെങ്കിലും ഡൈനിങ് ഏരിയയിൽ നിന്നാണെങ്കിലും പക്ഷികളെ കാണാമെന്നുള്ളത്. ഇസയ്ക്ക് ഇപ്പോൾ തണുപ്പാണെങ്കിലും വീടിനകത്ത് നിന്ന് തന്നെ പക്ഷികളെ കാണാനുള്ള ഒരു സൗകര്യവും കൂടെ ഉണ്ട്. അത് ഫുഡ് കൊടുക്കാൻ എന്നെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രക്രിയ. ഞാൻ അതുകൊണ്ട് ഇതിനെ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഇതായി ഇപ്പം ഞങ്ങളുടെ നൈറ്റിലെ ലുക്ക്.